ഒറ്റ അടിക്കുന്നുണ്ടോ? വല വീശി വാളെ പിടിച്ചിരിക്കുകയാണ്. വാളയെന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾ ചിരിച്ചു പോവും. കുഞ്ഞൊരു വാളയാണ്, കുഞ്ഞു വാളയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വളർത്താനെടുക്കാൻ പോവാണ്, നമ്മുടെ കിണറ്റിലിടാൻ. അപ്പം ബ്ലൂ വെയിൽ ഇവനെ അടിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ബ്ലൂ വെയിൽ എന്ന് പറയുന്നൊരു വാകയാണ്. അപ്പം നമുക്ക് ഇത് നമ്മുടെ കിണറ്റിൽ വളർത്താനിടാം. നമ്മുടെ ചെറിയ കുഞ്ഞു വാളയാണ്, നല്ല അത്യാവശ്യം സൈസ് വരുന്ന വാളയാണ്. അപ്പോൾ നമുക്ക് വളർത്താനിടാം. അപ്പോൾ നേരെ ഇടുന്നില്ല, നേരെ എടുത്താൽ ചിലപ്പോൾ അടിക്കും. നമുക്കിത് തൊട്ടിക്കകത്ത് ഇറക്കി വിടാം. അങ്ങനെ വാഴ ഇവിടെ നിപ്പുണ്ട്. നമുക്ക് നൈസായിട്ട് ചിലപ്പോൾ അവനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഇച്ചിരി വെള്ളം കോരാം. തൊട്ടിക്കകത്ത് ഇവനെ അങ്ങോട്ട് ഇറക്കാം, കിണറ്റിലോട്ട്. ആകെ അടിക്കുമെന്ന് അറിയില്ല. ഇറങ്ങിയില്ല. ഇറങ്ങി പോയിരിക്കുകയാണ്. അതേ പോകുന്നുണ്ട്. ഇവിടെ പൊങ്ങി അവൻ നൈസായിട്ട് രക്ഷപ്പെട്ട്. യെസ്, അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അതിന് 1-2 വട്ടക്കാലം നമുക്ക് പിടിച്ചു കൊടുക്കാം. ഇതെല്ലാം സ്പീഡിലോടുമല്ലോ. ഇത് വട്ടക്കാളി. ഇതിൻ്റെ മാക്സിമം വലിപ്പം ഇതാണ്. ഇതിന് നമുക്ക് അത് ഫീഡ് ചെയ്യുന്ന രീതി ഇട്ട് കൊടുക്കാം. 5-6 ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കോല നമ്മളിട്ട് വട്ടക്കാളി അടിക്കുന്നുണ്ടോ? കോല നമ്മളിട്ട വട്ടക്കാളി കോല അടിച്ചിരിക്കുകയാണ്. ഒറ്റ അടിക്കുന്നുണ്ടോ? ഇത് കോലയുടെ ഫീഡിങ് ആണ്. എൻ്റെ അമ്മ അകത്താക്കിയേക്കാണ്. ഒരു പള്ളത്തിയുടെ കുഞ്ഞുണ്ട്, നമുക്കത് കോലയ്ക്ക് ഇട്ട് കൊടുക്കാം. കോല അടിക്കൂല നോക്കാം. ഒരു പള്ളത്തിയുടെ കുഞ്ഞാണ്. നമ്മൾ കോല എടുത്തിട്ടേക്കാണ്. അതൊരു ഇലയുടെ മേളിലുണ്ട്. അവനത് കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എന്തിനോ കണ്ട് പേടിച്ച് വാഗ പൊങ്ങിയപ്പം കോല പേടിച്ച് പുറകോട്ട് പോയി. ഇലയുടെ മേളിൽ ഇപ്പോഴും പള്ളത്തിയുടെ കുഞ്ഞുണ്ട്. വാഗ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. കോല അടിക്കുമോ? ഈ കോലയുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. കോല അടിക്കുമോ? വാഗ ഒന്ന് നോക്കുന്നുണ്ട്. ഇല്ല, അവൻ അടിച്ചില്ല. കോല പേടിച്ചു പോയിരിക്കുകയാണ്. അവന് വട്ടക്കാളി അടിച്ച് വയറ് നല്ല വീർത്തിരിപ്പുണ്ട്. കോല പക്ഷെ അടിച്ചില്ല.